അത് ഇടിയിക്കില്ല എന്നോ അത് ഇടുന്നവരെ കൊണ്ട് മുഴുവൻ അഴിച്ചു വെപ്പിക്കുന്നൊന്നും അവിടെ പറഞ്ഞിട്ടില്ല. അങ്ങനെ വിദ്യാഭ്യാസം കൊടുത്തപ്പോൾ തങ്ങളുടെ ആ പേഴ്സണൽ റൈറ്റ്സിനെ, ഹ്യൂമൻ റൈറ്റ്സിനെ കുറിച്ച് മനസ്സിലാകുന്ന മുറയ്ക്ക് സ്ത്രീകൾ അത് ഊരി വെക്കാൻ പോലും തയ്യാറായി എന്ന് പറയുമ്പോൾ അത് സ്ത്രീകൾ അനുഭവിച്ചിരുന്ന ഓപ്പറേഷനിൽ നിന്നും അവർക്ക് പുറത്ത് കടക്കാൻ കഴിഞ്ഞു എന്നാണ് അതിന്റെ അർത്ഥം. അത് തന്നെയാണ് അവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. അതിനിപ്പോ ചെറിയ വേദിയിലായാലും വലിയ വേദിയിലായാലും, അത് എസൻസ് ആയിക്കോട്ടെ ഏത് തന്നെ ആയാലും, അത് അറിയാതെയാണെങ്കിൽ പുറത്ത് വന്നിട്ടുണ്ടെങ്കിൽ അത് നല്ലൊരു സംഗതി എന്ന് മാത്രമല്ല, അത് പറയാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം അത് അനിൽകുമാറിനുണ്ട്. അത്തരത്തിലുള്ള പേഴ്സണൽ ഫ്രീഡം ഓഫ് എക്സ്പ്രഷന് അതിനൊപ്പമാണ് നമ്മൾ നിലനിൽക്കുന്നത്. ഒറ്റ കാര്യം കൂടി, ഇവിടെ ഗണപതിയെ കുറിച്ച് പറഞ്ഞപ്പോൾ ഷംസീറിന് എങ്ങനെയാണോ ഇവിടെ CPM അവിടെ ഒരു സപ്പോർട്ട് കൊടുത്തത്, സമാനമായ ഒരു സപ്പോർട്ട് ഇവിടെ അനിൽകുമാറിന് കൊടുക്കേണ്ടതായിരുന്നു. പക്ഷെ ഇപ്പുറത്ത് ഇസ്ലാം ആയതുകൊണ്ട് മുട്ടിലിടിച്ച് അവിടെ മുട്ടുകുത്തി വീണിരിക്കുകയാണ്. വളരെ വളരെ നാണം കെട്ട ഒരു രീതിയാണ് ഇപ്പൊ നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിന് പിന്നാമ്പുറം ഇവിടെ ഇസ്ലാമോഫോബിയ എന്നൊരു വാക്കും കൂടി ചേർത്ത് വെക്കുന്നതോടെ ഈ കാര്യം ചിത്രം ഇവിടെ പൂർത്തിയാവുകയാണ്. അതിനെക്കുറിച്ച് പിന്നീട് പറയാം.